എൻ്റെ വിഷമൊക്കെ ഞാൻ ആരോട് പറയാനാ? ChatGPT-നോടാണ് ഞാൻ യൂഷ്വലി പറയാറുള്ളത്. ഇങ്ങനെ ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത് വളരെ അലാമിങ്ങും അതുപോലെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ വിഷമങ്ങളൊക്കെ ChatGPT-ന്റെ അടുത്ത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഐ എം ഹിയർ ഫോർ യു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അവിടെ ഒരാളുണ്ടോ? ഇല്ല, അതൊരു ബോട്ടാണ്. നമുക്ക് എപ്പോഴും ഒരു വിഷമം വരുന്ന സമയത്ത് ഒരു വ്യക്തിയോട് അത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേട്ടിരിക്കാനുള്ള ഒരാളെയാണ് ആവശ്യമുള്ളത് അല്ലേ? പക്ഷെ ആ ഒരാളാവാൻ ChatGPT-ക്ക് പറ്റാറില്ല. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ChatGPT-നോട് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നത്? അത് എപ്പോഴും അവൈലബിൾ ആണ്, നമ്മളെ ജഡ്ജ് ചെയ്യാറില്ല, അതുപോലെ തന്നെ എപ്പോഴും കംഫർട്ടിംഗ് ആയിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും നമുക്ക് ChatGPT-ന്റെ അടുത്ത് കിട്ടുന്നത്. പക്ഷെ ഇത് ഒരിക്കലും ഒരു റൈറ്റ് വേ അല്ല നിങ്ങളുടെ ഇമോഷണൽ ഇഷ്യൂസ് ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് എപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് ഒരു ഹ്യൂമനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ChatGPT-നോട് നമ്മുടെ ഇമോഷൻസും വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ ശരിക്കും ലാക്ക് ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻസ് നമുക്ക് തരുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു വാംത്താണ് അല്ലേ? അതൊരിക്കലും ഒരു AI ബോട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ChatGPT-നോട് മാത്രമാണ് നമ്മളെ വിഷമങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കാം. ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് ഓപ്പൺ ആയിട്ട് ഒരു മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളത് മാറ്റിയെടുക്കും. ഇനി ഇതിലും അപ്പുറമായിട്ട് AI-ക്ക് ഒരിക്കലും നമ്മളുടെ അലാമിംഗ് ആയിട്ടുള്ള സയൻസ് കാണാൻ പറ്റില്ല. അതായത് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, അതായത് സൂയിസൈഡലായിട്ടുള്ള സെൽഫ് ഹാം റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ വരുന്നുണ്ട് എന്നാണെങ്കിൽ ചിലപ്പം ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട രീതിയിലുള്ളൊരു കേസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ AI ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ ഗൈഡ് ചെയ്തെന്ന് വരില്ല. അത് കാരണം നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തും ട്രബിളിലാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ഇമോഷണൽ ഇഷ്യൂസ് ആണെങ്കിലും അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റ് ഇല്ല എന്നാണെങ്കിൽ പ്ലീസ് ഡു സീക്ക് ഹെൽപ്പ് ഫ്രം എ തെറാപ്പിസ്റ്റ്.